നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് നൗൺ, എന്താണ് പ്രൊനൗൺ എന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് എന്താണ് വേർബ്, അതായത് ക്രിയ എന്താണെന്ന് മനസ്സിലാക്കാം. സോ ആദ്യം നമുക്ക് എന്താണ് ക്രിയ എന്ന് നോക്കാം. എ വേർബ് ഈസ് എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് an action, an event or a state. A word or phrase that describes an action, condition or experience. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കോ ഒരു കൂട്ടം വാക്കുകളോ ആണ് വേർബ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു പ്രവൃത്തിയോ സംഭവമോ അവസ്ഥയോ പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ പദങ്ങളുടെ ഒരു കൂട്ടമാണ് ക്രിയ. ഒരു പ്രവൃത്തി, അവസ്ഥ അല്ലെങ്കിൽ അനുഭവം വിവരിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ വാക്യം, അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള വേർബ്സ് ഉണ്ട്. നമുക്ക് വൺ ബൈ വൺ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഓക്സിലിയറി വേർബ്സ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. രണ്ടാമത്തേത് മോഡൽ വേർബ്സ്. തേർഡ് വൺ ഈസ് ലിങ്കിങ് വേർബ്സ്. ദ ഫോർത്ത് വൺ ഈസ് റെഗുലർ വേർബ്സ്. ദെൻ ഫിഫ്ത്ത് വൺ ഇറഗുലർ വേർബ്സ്. ദെൻ ട്രാൻസിറ്റീവ് വേർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. സോ നമുക്ക് വൺ ബൈ വൺ എന്തൊക്കെയാണ് ഈ വേർബ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് വൺ ഈസ് auxiliary verbs or helping verbs. ഇവിടെ നോക്കാം. Auxiliary verb or helping verb is a verb that is used to help another verb sound sensible and meaningful. അതായത് auxiliary verb അല്ലെങ്കിൽ helping verb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബാണ്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? മറ്റൊരു വേർബിന് കൂടുതൽ അർത്ഥം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർബാണ്, ഒരു വേർഡാണ് auxiliary verb. ഇവിടെ പറയുന്നത് നോക്കൂ. auxiliary verb or helping verb is a verb that is used to help another verb sound sensible and meaningful. അതായത് മറ്റൊരു വേർബിനെ സെൻസിബിൾ ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മീനിങ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേർബുകളാണ് auxiliary verb or helping verb. It is used to change the other verb's tense. ഇത് മറ്റൊരു വേർബിൻ്റെ ടെൻസിനെ, കാലത്തെ മാറ്റുന്നുണ്ട്, ചേഞ്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ മൂഡ് ഓർ വോയിസ്, അതിൻ്റെ വോയിസിനെയോ മൂഡിനെയോ ഈ auxiliary verb ചേഞ്ച് ചെയ്യുന്നു. സോ എവറി ടൈം ആൻ auxiliary verb ഈസ് യൂസ്ഡ്, യു ഓൾവേസ് ഹാവ് വൺ മോർ verb. സോ എപ്പോഴും ഒരു സെൻറ്റൻസിൽ ഒരു auxiliary verb ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു വേർബും കൂടി ഉണ്ടാവും. അതിനെ നമ്മൾ മെയിൻ verb എന്ന് പറയാറുണ്ട്. സോ വിച്ച് ആക്ട്സ് ആസ് ദ മെയിൻ verb ഇൻ എ സെൻറ്റൻസ്. ഇനി നമുക്ക് എത്ര തരത്തിലുള്ള auxiliary verbs ഉണ്ടെന്ന് നോക്കാം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിനെ കുറച്ച് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ, അതായത് ബിയുടെ ഗ്രൂപ്പിൽ വരുന്നത് ഈസ്, ആം, ആർ, വാസ് ഓർ വെയർ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഡു. ഇതിൽ വരുന്നത് ഡു, ഡസ് ഓർ ഡിഡ്. തേർഡ് വൺ ഹാവ്. ഇതിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് ഹാസ്, ഹാവ് ഓർ ഹാഡ്. അടുത്ത ഗ്രൂപ്പിനെ നമുക്ക് മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന ഗ്രൂപ്പിൽ പെടുത്താം. ഇതിൽ വരുന്നത് വിൽ, അതിൻ്റെ പാസ്റ്റ് വുഡ്, ഷാൽ, അതിൻ്റെ പാസ്റ്റ് ഷുഡ്, ക്യാൻ, എൻ്റെ പാസ്റ്റ് എന്താണ്? കുഡ്, മേ, എൻ്റെ പാസ്റ്റ് മൈറ്റ്, ദെൻ മസ്റ്റ്. ഇതൊക്കെയാണ് മോഡൽ ഓക്സിലിയറി വേർബ്സ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. ഇനി വൺ മോർ ഗ്രൂപ്പും കൂടിയുണ്ട്. അതിനെ നമുക്ക് സെമി ഓക്സിലിയറി വേർബ്സ് എന്ന് പറയാം. ഇതിൽ വരുന്നത് നീഡ്, ഡെയർ, ഓ ടു ഓർ യൂസ് ടു. ഇതൊക്കെയാണ് സെമി ഓക്സിലിയറി വേർബ്സ് എന്ന് പറയാറുള്ളത്. നമുക്ക് ഓരോന്നിനെയും ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് സീ ദിസ് എക്സാമ്പിൾ. ഹിയർ ഇറ്റ് സേസ് he will come to the school. അവൻ സ്കൂളിലേക്ക് വരും. സോ ഇതിൽ ഏതാണ് ഓക്സിലിയറി വേർബ്? വിൽ ആണല്ലേ, നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. he will come to the school. അവൻ സ്കൂളിലേക്ക് വരും. സോ he will. വില്ലാണ് ഇവിടെ ഓക്സിലിയറി വേർബ് അല്ലേ. കം എന്ന് പറഞ്ഞാൽ മെയിൻ വേർബ് ആണല്ലേ, വരിക. സോ he will come to the school. will, shall, may, might, must, ought to, used to. ഇതൊക്കെയാണ് ഓക്സിലിയറി വേർബ്. അപ്പോൾ ഇതിലെ ഓക്സിലിയറി വേർബ് ഏതാണ്? will. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു ഓക്സിലിയറി വേർബ് ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മെയിൻ വേർബും കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിലെ മെയിൻ വേർബ് ഏതാണ്? കം. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് നോക്കാം. മേ ഐ കം ഇൻ. ഞാനകത്തേക്ക് വന്നോട്ടെ. ഇതിലേതാണ് ഓക്സിലിയറി വേർബ്? മേ ആണല്ലേ. ഇതിലെ മെയിൻ വേർബ് ഏതാണ്? കം. സോ മേ ഐ കം ഇൻ, ഞാനകത്തേക്ക് വന്നോട്ടെ. ലെറ്റ്സ് സീ അനദർ വൺ. ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ, ഇവിടെ ഏതാണ് ഓക്സിലിയറി വേർബ്?
ക്യാൻ അല്ലേ. സോ ഹെൽപ്പ് എന്നുള്ളത് മെയിൻ വെർബ് ആണ്. സോ നമുക്ക് മനസ്സിലാക്കാം ക്യാൻ ഓക്സിലറി വെർബ്, ക്യാൻ എന്നുള്ളത് ഓക്സിലറി വെർബും അതുപോലെ ഹെൽപ്പ് എന്നുള്ളത് മെയിൻ വെർബുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു മെയിൻ വെർബും ഉണ്ടായിരിക്കും. Now let's see another one. Are you going to hospital? നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണോ? സോ ഇവിടെ നമുക്കൊരു ഓക്സിലറി വെർബ് ഉണ്ട്. എന്താണത്? ആർ. ഇവിടെ മെയിൻ വെർബ് ഏതാണ്? ഗോ, ഗോയിങ്. സോ ആർ യു ഗോയിങ് ടു ഹോസ്പിറ്റൽ? എന്തൊക്കെയായിരിക്കും ആൻസർ വരാൻ സാധ്യത? യെസ്, വി ആർ ഗോയിങ് ടു ഹോസ്പിറ്റൽ. ഇല്ലെങ്കിൽ നോ, ഐ എം നോട്ട് ഗോയിങ് ടു ഹോസ്പിറ്റൽ, ഐ എം ഗോയിങ് ടു സ്കൂൾ. നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. യു മൈറ്റ് ഗെറ്റ് അവാർഡ് ഇഫ് യു ആർ ലക്കി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവാർഡ് ലഭിച്ചേക്കാം. സോ ഇതിൽ ഓക്സിലറി വെർബ് ഏതാണ്? മൈറ്റ് അല്ലേ. മേ ഓർ മൈറ്റ്. സോ ഗെറ്റ് ഈസ് ദ മെയിൻ വെർബ്. സോ നിങ്ങൾക്ക് ഓക്സിലറി വെർബിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്ത എന്തായാലും നമ്മൾ നോക്കിയത് മോഡൽ വെർബ്സ്. എന്താണ് മോഡൽ വെർബ്സ് എന്ന് മനസ്സിലാക്കാം. മോഡൽ വെർബ്സ് ആർ ഹെൽപ്പിംഗ് വെർബ്സ് that are used along with main verbs to represent the ability or possibility or probability of a subject to do an action and emphasize the necessity of an action. So modal verbs are helping verbs that are used along with main verbs to represent the ability, possibility and probability of a subject to do an action and emphasize the necessity of an action. അതായത് മോഡൽ വെർബ്സ് നമ്മൾ മെയിൻ വെർബ്സിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു സബ്ജക്റ്റിന് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ കഴിവ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് മോഡൽ വെർബ്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത് നമ്മൾ കണ്ടിരുന്നു ക്യാൻ. ക്യാൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ എബിലിറ്റി ഓർ ടു റിക്വസ്റ്റ് പെർമിഷൻ അല്ലെ. ഒരു സബ്ജക്റ്റിൻ്റെ എബിലിറ്റി കഴിവിനെയോ അല്ലെങ്കിൽ ഒരു പെർമിഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ക്യാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ഐ കൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അല്ലേ. ഇറ്റ്സ് സബ്ജക്ട്സ് എബിലിറ്റി അല്ലേ. ഐ എൻ്റെ കഴിവാണ്, എബിലിറ്റിയാണ്. സോ ഐ കൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ, ക്യാൻ യു ഗിവ് മി യു പെൻ? എബിലിറ്റിയാണ് അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ പേന എനിക്ക് തരാൻ പറ്റുമോ? നിങ്ങളുടെ പെൻ എനിക്ക് തരാമോ? Let's see the third one. Can we go home now? ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോകാമോ? So can is a modal verb. Now we'll see the second one. So can നമ്മൾ പറഞ്ഞു can is present form ആണ് അല്ലേ. Good. പിന്നെ നമ്മൾ past form എന്ന് പറയാറുണ്ട്. It is used to denote ability. ഒരു കഴിവിനെ കാണിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ could സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. Could you please come here for a while? നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഇവിടേക്ക് വരാമോ? പെർമിഷൻ ചോദിക്കുകയാണല്ലേ. സോ could is a modal verb. He could run much faster. അവന് വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. ഇതൊരു എബിലിറ്റി ആണല്ലേ. ഒരു കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽ വെർബ് ഉപയോഗിച്ചിട്ടുള്ളത്. Let's see another one. Could I use your mobile phone for a while? ഇത് നമുക്കൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കാം അല്ലേ. നിങ്ങളുടെ മൊബൈൽ എനിക്ക് കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കാമോ? Could I use your mobile phone for a while? കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു പെർമിഷൻ ചോദിക്കുകയാണല്ലേ. യെസ്. സോ ഇവിടെ കുഡ് യൂസ് ചെയ്തത് ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് സീ another type of modal verb, that is may. അപ്പോൾ നമുക്കറിയാം may also is used to denote possibility or for permission to perform an action. അതായത് ഒരു പോസിബിലിറ്റി, ഒരു സാധ്യത കാണിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷന് വേണ്ടിയിട്ട് മേ ഉപയോഗിക്കാറുണ്ട്. സോ ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. സാറ മേ ബി ലിറ്റിൽ ലേറ്റ് ടുഡേ. സാറ എന്നെ കുറച്ച് ലേറ്റ് ആയിരിക്കും ആവാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റിയാണ്. സോ മേ, ഷീ മേ ബി ലിറ്റിൽ ലേറ്റ് ടുഡേ. അടുത്ത എക്സാമ്പിൾ നോക്കാം. മേ ഐ കം ഇൻ. ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മോഡൽ വെർബാണ്. മേ ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് മേ ഐ കം ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ. നമുക്കിനി അടുത്ത മോഡൽ വെർബിനെ കുറിച്ച് സംസാരിക്കാം. ദാറ്റ് ഈസ് മൈറ്റ്. മൈറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഡിനോട്ട് പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ടു മേക്ക് സജഷൻസ്.
പ്രോബബിലിറ്റി സാധ്യത കാണിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ സജഷൻസ് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. സോ ഇറ്റ് മൈറ്റ് റെയിൻ ഇൻ ദ ഈവനിങ്, സാധ്യതയാണല്ലേ ഇന്ന് വൈകുന്നേരം മഴ പെയ്തേക്കാം. സോ മൈറ്റ് ഈസ് എ മോഡൽ verb. Now let's see another one, must. Must is used to denote the strong obligation or necessities. ഒരു സ്ട്രോങ് ഒബ്ലിഗേഷൻ, അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കടപ്പാട് അല്ലെ അത്യാവശ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആവശ്യകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. സോ യു മസ്റ്റ് ഗോ ദെയർ, നീ അവിടെ പോകണം. യു മസ്റ്റ് സീ ഹർ, നീ അവളെ കാണണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു നിർബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഒബ്ലിഗേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ് നൗ. യു മസ്റ്റ് സ്റ്റേ ഹിയർ ഫോർ ലിറ്റിൽ ലോങ്ങർ. നീ ഇവിടെ കുറച്ച് നേരം കൂടി നിൽക്കണം. യു മസ്റ്റ് ഡു ഇറ്റ്, നിങ്ങളിവിടെ നിൽക്കണം, ഒരു നിർബന്ധമാണല്ലേ. വേറൊരു ഉദാഹരണം നോക്കാം. ഐ മസ്റ്റ് ഡു മൈ ഹോംവർക്ക് ടുഡേ ഇറ്റ്സെൽഫ്. എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ഹോംവർക്ക് ചെയ്തു തീർക്കണം. ഇന്ന് തന്നെ എനിക്ക് ഹോംവർക്ക് ചെയ്യണം. ഐ മസ്റ്റ് ഡു ഇറ്റ്, എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം. ലെറ്റ്സ് സീ അനദർ മോഡൽ verb, ദാറ്റ് ഈസ് will. will is used to denote future action. അല്ലെ, ഇനി വരാൻ പോകുന്ന, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ will ഉപയോഗിക്കുക. വില്ലൊക്കെ നമുക്ക് കൂടുതലായിട്ടും ടെൻസസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻസസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസിൽ എവിടെയൊക്കെ നമുക്ക് will ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തിനാണ് will ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. സോ ഇറ്റ്സ് യൂഷ്വലി യൂസ് ടു ഷോ എ ഫ്യൂച്ചർ ആക്ഷൻ. നമുക്കറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷനെ കുറിച്ച് സംസാരിക്കാൻ, ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ will ഉപയോഗിക്കുന്നത്. അതുപോലെ ഷുവർട്ടി, അഷ്വറൻസ് ഓഫ് ആൻ ആക്ഷൻ. ഒരു കാര്യം ഉറപ്പായിട്ട് നടക്കുമെങ്കിൽ അതുകൂടി നമുക്ക് will ഉപയോഗിച്ച് നമുക്ക് കാണിക്കാൻ ശ്രമിക്കാം. സോ വിൽ യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് മൈ പപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ദയവായിട്ട് എൻ്റെ പപ്പിയെ ടേക്ക് കെയർ ചെയ്യുമോ? അതായത് നിങ്ങൾ എൻ്റെ പപ്പിയെ ദയവായി ടേക്ക് കെയർ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഐ വിൽ ഗോ ടു ദ സിനിമ ടു നൈറ്റ്. അപ്പോൾ ഉറപ്പായിട്ടും ഞാനിന്ന് രാത്രിയിൽ ഒരു സിനിമയ്ക്ക് പോകും. സോ ഇവിടെ വില്ലൊരു മോഡൽ verb. Let's see another one, that is would. So will in the past, would. So would എന്തിനാണ് ഉപയോഗിക്കുന്നത്? Would is used to denote politeness when requesting or asking. So would ഉപയോഗിച്ച് നമുക്ക് പൊളൈറ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും നമുക്ക് would ഉപയോഗിക്കാം. So let's see some examples. It would not be possible for you to complete the work today itself. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? It would not be possible for you to complete the work today itself. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇറ്റ് വുഡ് നോട്ട് ബി പോസിബിൾ, ഇന്ന് തന്നെ നിങ്ങളുടെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ ദ ഫാക്ട്. നിങ്ങൾ ദയവായിട്ട് എന്നോട് സത്യം പറയുമോ? പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നത് അല്ലേ. ലെറ്റ്സ് സീ another model verb, that is shall. Shall is used to denote suggestions, promises or permission. അല്ലേ, സജഷൻസ് കൊടുക്കാൻ, പ്രോമിസസ് കൊടുക്കാൻ വേണ്ടിയിട്ടും പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ലെറ്റ്സ് ഗോ ത്രൂ സം എക്സാമ്പിൾസ് നൗ. ഷാൽ ഐ ബ്രിങ് യു സം വാട്ടർ ടു ഡ്രിങ്ക്. ഞാൻ നിനക്ക് വേണ്ടി വെള്ളം കൊണ്ടുതരട്ടെ. ഷാൽ ഐ ബ്രിങ് യു സം വാട്ടർ ടു ഡ്രിങ്ക്. നിനക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുതരട്ടെ. പെർമിഷൻ ആണല്ലേ, ഇവിടെ നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ്. അടുത്തത് നോക്കാം. ഷാൽ വി ഗോ ഫോർ എ മൂവി നൗ. ഇപ്പം നമുക്കൊരു സിനിമയ്ക്ക് പോവാം. നൗ ലെറ്റ്സ് മൂവ് ടു അനദർ വൺ, ദാറ്റ് ഈസ് ഷുഡ്. ഷാലിൻ്റെ പാസ്റ്റ് എന്താണ്? ഷുഡ് ആണല്ലേ. നമുക്ക് നോക്കാം. ഷുഡ് ഈസ് യൂസ് ടു ഡിനോട്ട് ദ നെസസിറ്റി ഓഫ് എൻ ആക്ഷൻ ഓർ റെക്കമെൻഡേഷൻ. അത് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തിനാണ് ഷുഡ് ഉപയോഗിക്കുന്നത്? ഒരു നെസസിറ്റി, ഉറപ്പ് അല്ലെ, ഒരു ആവശ്യകത കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ റെക്കമെൻഡേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. വി ഷുഡ് റെസ്പെക്ട് അവർ എൽഡേഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എൽഡേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. വി മസ്റ്റ് റെസ്പെക്ട് ഓർ വി ഷുഡ് റെസ്പെക്ട് അവർ എൽഡേഴ്സ്. നൗ ഇറ്റ്സ് സേ യു ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ്. നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം. ഓർ യു മസ്റ്റ് സ്റ്റോപ്പ് ഈറ്റിംഗ്. നമുക്ക് മസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഒരു കമ്പൽഷൻ ആണല്ലേ, ഒരു ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. യു ഷുഡ് ഡു ദിസ്, നീ ഇത് ചെയ്യണം.
യു ഷുഡ് നോട്ട് ഡു ദാറ്റ്, നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ യു ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ്, നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം. Now let's see another modal verb, that is ought to. Ought to is used to denote the obligation. ഒരു കടപ്പാട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ought to ഉപയോഗിക്കുന്നത്. We ought to eat lots of fruits and vegetables every day. എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് അല്ലേ, നമ്മൾ ഡെയിലി വളരെയധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. We ought to do it. അപ്പോൾ we should eat എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ we ought to eat lots of fruits and vegetables every day. Let's see another one by using ought to. You ought to respect the flag of your country. എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലെ ഫ്ലാഗിനെ അല്ലെങ്കിൽ പതാകയെ ബഹുമാനിക്കണം. അപ്പോൾ നമ്മൾ മോഡൽ വെർബിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത വെർബ് ടൈപ്പാണ് റെഗുലർ വെർബ്. ഇപ്പോൾ റെഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റെഗുലർ വെർബ് ഈസ് എ വെർബ് ഹൂസ് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആർ ഫോംഡ് ബൈ ആഡിങ് ദ സഫിക്സ് ed. എന്താണ് റെഗുലർ വെർബ് എന്ന് മനസ്സിലാക്കാം. എ റെഗുലർ വെർബ് ഈസ് എ വെർബ് ഹൂസ് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആർ ഫോംഡ് ബൈ ആഡിങ് ദ സഫിക്സ് ed. അതായത് ഒരു വേർഡിൽ അവസാനം സഫിക്സ് ed ഉപയോഗിച്ച് സിമ്പിൾ പാസ്റ്റിനെയോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഫോം ആവുന്നുണ്ടെങ്കിൽ, ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള വാക്കുകളാണ്, വേർബ്സ് ആണ് റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ആസ്ക്, ആസ്റ്റ്, ആസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയല്ലേ. V2 and V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ed ഉപയോഗിച്ച് ഫോം ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് റെഗുലർ വേർബ് എന്ന് പറയാം. ഇപ്പോൾ ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. സ്റ്റാർട്ട്, സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടഡ്. ടോക്ക്, ടോക്ഡ്, ടോക്ഡ്. റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്റ്റും അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ed ഉപയോഗിച്ച് ഫോം ആവുന്നുണ്ടെങ്കിൽ നമുക്കതിനെ റെഗുലർ വേർബ്സ് എന്ന് പറയാം. കുറച്ചും കൂടി ഉദാഹരണം നോക്കാം. പാക്ക്, പാക്ഡ്, പാക്ഡ്. സേവ്, സേവ്ഡ്, സേവ്ഡ്. ലിവ്, ലിവ്ഡ്, ലിവ്ഡ്. എഗ്രി, എഗ്രീഡ്, എഗ്രീഡ്. ഏൺ, ഏൺഡ്, ഏൺഡ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റാം സ്റ്റാർട്ടഡ് ടു സ്റ്റഡി, റാം സ്റ്റാർട്ടഡ് ടു സ്റ്റഡി. റാം പഠിക്കാൻ തുടങ്ങി. സോ സ്റ്റാർട്ട്, സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടഡ് അല്ലേ. സ്റ്റാർട്ടഡ് എന്നുള്ളത് ഒരു റെഗുലർ വെർബ് ആണ്. ലെറ്റ്സ് സീ അനദർ വൺ. ഗീത റീച്ച്ഡ് സ്കൂൾ. റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്. സോ ഹിയർ വി യൂസ്ഡ് റീച്ച്ഡ്. സോ ഗീത റീച്ച്ഡ് സ്കൂൾ. സോ റീച്ച്ഡ് എന്നുള്ളത് ഒരു റെഗുലർ വെർബ് ആണ്. എന്തുകൊണ്ട്? അതായത് ഒരു വെർബിൻ്റെ V2 and V3 അല്ലെങ്കിൽ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ed ഉപയോഗിച്ച് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സഫിക്സ് ed ആയി വരികയാണെങ്കിൽ നമുക്കതിനെ റെഗുലർ വേർബ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇറഗുലർ വേർബ് എന്ന് നോക്കാം. സോ ഇറഗുലർ വേർബ്സ് ആർ വേർബ്സ് ദാറ്റ് ഡു നോട്ട് ഫോളോ ദ നോർമൽ പാറ്റേൺസ് ഫോർ ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ, പാസ്റ്റ് ടെൻസും അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ed ഉപയോഗിച്ചായിരുന്നു നമ്മൾ റെഗുലർ വേർബ്സ് ഫോം ആയിരുന്നത്. നമ്മൾ മുമ്പ് കണ്ടിരുന്നു. റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബിൻ്റെ പാസ്റ്റ് ടെൻസും അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും അതിൻ്റെ സഫിക്സ് ed ആയിട്ട് വരികയാണെങ്കിൽ നമുക്കതിനെ റെഗുലർ വേർബ്സ് എന്ന് പറയുമായിരുന്നു അല്ലേ. എന്നാൽ ഇറഗുലർ വേർബ്സ് അങ്ങനെയല്ല. സോ ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഈ ഒരു സെയിം നോർമൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇറഗുലർ വേർബ്സ് 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് irregular verbs with the same spelling across all forms. അതായത് V1, V2, V3. അതായത് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, ഈവൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എല്ലാം ഒരേ ഫോം ആയിരിക്കും. അതാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. അതായത് irregular verbs with the same spelling across all forms. Let's see some examples. Cut, cut, cut. Put, put, put. Hut, hut, hut. Shut, shut, shut. Let, let, let. ഇതിൽ ഒരു മാറ്റവും ഇല്ല അല്ലേ, എല്ലാം ഒരേ തരത്തിലുള്ള ഫോമാണ്. സോ ഈവൻ V2, V1, ഈവൻ V3 എല്ലാത്തിനും ഒരേ ഫോമാണ്. സോ ഇങ്ങനെ വരുന്ന വേർബുകളെ നമുക്ക് ഇറഗുലർ വേർബ്സ് എന്ന് പറയാം. പക്ഷേ അത് ഏത് ഗ്രൂപ്പിലാണ് വരിക? ഇറഗുലർ വേർബ്സ് വിത്ത് ദ സെയിം സ്പെല്ലിംഗ് അക്രോസ് ഓൾ ഫോംസ്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നൗ ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. I cut the cake. ഞാൻ കേക്ക് മുറിച്ചു. Did I hurt you? ഞാൻ നിന്നെ ഉപദ്രവിച്ചോ?
ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കാം, ഇറഗുലർ വെർബ്സിൻ്റെ. ഇവിടെ പറയുന്നത് ഇറഗുലർ വെർബ്സ് വിത്ത് ദ സെയിം സിമ്പിൾ പാസ്റ്റ് ഫോം ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതായത് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും സെയിം ആണെങ്കിൽ, സെയിമായി വരുന്ന ഇറഗുലർ വെർബ്സ് ആണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. നമുക്കൊന്ന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഫൈൻഡ് കാണുക, ഫൗണ്ട് ഫൗണ്ട്. അപ്പോൾ V2 or V3 ആർ സെയിം ഇയർ. സോ അതായത് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇവിടെ നമുക്ക് സെയിം ഫോമിലാണ് വരിക. നെക്സ്റ്റ് വൺ, ബൈ, ബോട്ട് ബോട്ട്, ക്യാച്ച് കോട്ട് കോട്ട്, ബിൽഡ് ബിൽറ്റ് ബിൽറ്റ്, ഹിയർ ഹേർഡ് ഹേർഡ്. അതായത് ഇങ്ങനെയുള്ള ഇറഗുലർ വെർബ്സിന് V2 and V3 എന്ന് പറയാം, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് എല്ലാം ഒരേ ഫോമിലായിരിക്കും വരിക. നമുക്ക് കുറച്ചും കൂടി ഉദാഹരണം നോക്കാം. ഐ ഫൗണ്ട് എ ഡോഗ് ഇൻ ദ സ്ട്രീറ്റ്. ഞാൻ ഒരു നായയെ തെരുവിൽ കണ്ടു. സോ ഫൈൻഡ് V1, V2 എന്താണ്? ഫൗണ്ട് ഫൗണ്ട്. സോ V2 and V3 അല്ലെങ്കിൽ അതായത് പാസ്റ്റ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേ ഫോമിലാണ് ഇത്തരത്തിലുള്ള വെർബ്സുകൾ വരിക. സോ ഇവിടെ നോക്കാം, ഐ ഫൗണ്ട് എ ഡോഗ് ഇൻ ദ സ്ട്രീറ്റ്. ഞാൻ ഒരു നായയെ തെരുവിൽ കണ്ടു. ഐ ബോട്ട് എ കാർ. ബൈ ബോട്ട് ബോട്ട്, ഞാനൊരു കാർ വാങ്ങി. ഇനി നമുക്ക് ഇറഗുലർ വെർബ്സിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. ഇവിടെ ഇറഗുലർ വെർബ്സ് വിത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ഫോർ ഈച്ച് ഫോം. അതായത് V1, V2, ഈവൻ V3 എല്ലാം ഡിഫറെൻറ്റ് ഫോംസിലാണ്, ഡിഫറെൻറ്റ് സ്പെല്ലിങ്സിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ്സ് എല്ലാം ഈ ഗണത്തിൽ പെടുത്താവുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സീ, സോ, സീൻ അല്ലെ, മൂന്ന് തരത്തിലാണ് അല്ലേ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. സിംഗ്, സാങ്, സങ്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൻ. ഗിവ്, ഗേവ്, ഗിവൻ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം പ്രസന്റ് ഫോം അല്ലെങ്കിൽ V1, V2 and V3 ആർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഒന്നും സിമിലർ ആയിട്ട് വരുന്നില്ല അല്ലേ. അപ്പം ഇതും ഒരു തരത്തിലുള്ള ഇറഗുലർ വെർബ്സ് ആണ്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഐ സോ ഹർ അറ്റ് സ്കൂൾ. ഞാൻ അവളെ സ്കൂളിൽ വെച്ച് കണ്ടു. ഐ ഗേവ് ഹിം മൈ പെൻ. ഞാൻ അവനെൻ്റെ പേന നൽകി. നൗ ലെറ്റ്സ് സീ അനദർ ടൈപ്പ് ഓഫ് verb, that is action verb. So these verbs denote an action performed by the subject. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെ, അതായത് പ്രവൃത്തിയെ ഡിനോട്ട് ചെയ്യാനാണ് ഈ തരത്തിലുള്ള ആക്ഷൻ വെർബ്സ് ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. സി, ഓപ്പൺ, തുറക്കുക, ഇതൊരു ആക്ഷൻ ആണല്ലേ. നൗ ക്ലോസ്, അടയ്ക്കുക. അടുത്തത് ഡ്രൈവ്, ഓടിക്കുക. സോ ഇതെല്ലാം ആക്ഷനാണ്. സോ അതുകൊണ്ടാണ് ഈ വേർബ്സിനെ നമുക്ക് ആക്ഷൻ വെർബ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് സീ സം ആക്ഷൻ വെർബ്സ്. ക്ലോസ്, ഓപ്പൺ, സ്റ്റാൻഡ്, give, listen, sit, run, walk, talk, jump, keep, bring, buy, drink, chew, sing, speak, drive, travel, teach, learn, play, dance, try, move, lift, make, cook, read, write, test, ring, call, clear, stitch. സോ ഈ വേർബ്സ് എല്ലാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന വേർബ്സുകളാണ്. അതുകൊണ്ടാണ് നമുക്കിതിനെ ആക്ഷൻ വേർബ്സ് എന്ന് പറയാൻ കഴിയുന്നത്. നൗ ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ദയവായി കതക് തുറക്കാമോ. സോ ഓപ്പൺ is an action verb, right? Yes. Now let's see another one. Do you dance? നിങ്ങൾ ഡാൻസ് ചെയ്യുമോ? നിങ്ങൾ നൃത്തം ചെയ്യുമോ? സോ ഡാൻസ് എന്നുള്ളത് ആക്ഷൻ വെർബ് ആണ്. Now let's see another type of verb, that is linking verb. Linking verb. എന്താണ് linking verb എന്ന് നമുക്ക് മനസ്സിലാക്കാം. So let's see what is a linking verb. Linking verbs are used to link the subject to the rest of the sentence. അതായത് സബ്ജക്റ്റിനെ ആ സെൻറ്റൻസിൻ്റെ മറ്റു ഭാഗവുമായിട്ട്, സബ്ജക്റ്റിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്ന വേർബിനെയാണ് നമ്മൾ ലിങ്കിങ് വേർബ് എന്ന് പറയാം. Now let's see some common linking verbs. That is be, become, seem, appear, taste, feel, smell and sound.
സോ ഇങ്ങനെയൊക്കെ ഉള്ള വേർബിനെയാണ് നമ്മൾ ലിങ്കിങ് വേർബായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. നൗ ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ദിസ് പെർഫ്യൂം സ്മെൽസ് നൈസ്. ഈ പെർഫ്യൂമിന് നല്ല സുഗന്ധമാണ്, നല്ല മണമാണ്. സോ ഇവിടെ നോക്കൂ, ദിസ് പെർഫ്യൂം, ഈ പെർഫ്യൂം സ്മെൽസ് നൈസ്. ഓക്കെ, അതായത് ഈ സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ദിസ് പെർഫ്യൂം ആണ് സബ്ജക്റ്റ് അല്ലേ. അപ്പം ഇതിനെ മറ്റു ഭാഗം നൈസ്, അതായത് നല്ല മണമാണ്, നല്ല സുഗന്ധമാണ് എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് സ്മെൽസ്. സോ ഹിയർ സ്മെൽ ഈസ് എ ലിങ്കിങ് വേർബ്. ഷീ സീംസ് സാഡ് ടുഡേ. അവൾ ഇന്ന് വളരെ ദുഃഖിതയായി കാണപ്പെടുന്നു. സോ ഷീ സബ്ജക്റ്റ്, സാഡ് ടുഡേ അതാണ് ആ സെന്റൻസിന്റെ ബാക്കി ഭാഗം. അപ്പോൾ ഈ രണ്ട് ഭാഗമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് സീംസ്, കാണപ്പെടുന്നു. ഷീ സീംസ് സോ സാഡ് ടുഡേ. ഷീ സീംസ് വെരി സാഡ് ടുഡേ, അല്ലെങ്കിൽ ഷീ സീംസ് സാഡ് ടുഡേ. അവൾ ഇന്ന് വളരെ ദുഃഖിതയായി കാണപ്പെടുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഷീ ഡസൻറ്റ് ഫീൽ കോൾഡ്. ഷീ ഡസൻറ്റ് ഫീൽ കോൾഡ് അല്ലെ, അവൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ ഫീൽ എന്നുള്ളൊരു ലിങ്കിങ് വേർബാണ് ഉപയോഗിച്ചത്. സോ ഷീ ഡസൻറ്റ് ഫീൽ കോൾഡ്, അവൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല. സോ ഇവിടെ നമ്മൾ ഫീൽ എന്നുള്ളത് ഒരു ലിങ്കിങ് വേർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ട്രാൻസിറ്റീവ് വേർബ്. എ ട്രാൻസിറ്റീവ് വേർബ് ഈസ് എ വേർബ് ദാറ്റ് നീഡ്സ് an object to make complete sense of the action being performed by the subject. These verbs require an object to complete their meaning. അതായത് ഒരു ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സെൻറ്റൻസിന് ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുള്ളൂ. അത്തരത്തിലുള്ള വേർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. സോ ദീസ് വേർബ്സ് റിക്വയർ ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ദിയർ മീനിങ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു കംപ്ലീറ്റ് മീനിങ് ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വേർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുക. ലെറ്റ്സ് സീ സം എക്സാമ്പിൾ. ക്യാൻ യു ബ്രിങ് മീ, ക്യാൻ യു ബ്രിങ് മീ സം മാംഗോസ്. ഇമാജിൻ നമ്മൾ പറയുകയാണ് ക്യാൻ യു ബ്രിങ് മീ. സോ അവിടെ കുറച്ച് സംതിങ് മിസ് ആവുന്ന പോലെ തോന്നുന്നില്ലേ? സംതിങ് ഇൻകംപ്ലീറ്റ്. ക്യാൻ യു ബ്രിങ് മീ വാട്ട്? എന്താണ് കൊണ്ടുവരേണ്ടത്? അപ്പം നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുകയുള്ളൂ. സോ ഇങ്ങനെ ചോദിക്കണം നമ്മൾ, ക്യാൻ യു ബ്രിങ് മീ സം മാംഗോസ്, ക്യാൻ യു ബ്രിങ് മീ എ വാട്ടർ ബോട്ടിൽ. അപ്പോൾ നമുക്കിവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെൻറ്റൻസിന് ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുകയുള്ളൂ. സോ ഇങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള വേർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയാം. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. സോ നിങ്ങൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ദ ഡോഗ് ചേസ് ദ റാബിറ്റ്. ഡോഗ് റാബിറ്റിനെ ചേസ് ചെയ്തു. ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, ദ ഡോഗ് ചേസ്ഡ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുമോ? ഇല്ല, ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുള്ളൂ. സോ ഇങ്ങനെയുള്ള ഈ വേർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ നിങ്ങൾക്ക് എന്താണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നൗ ലെറ്റ്സ് സീ അനദർ ടൈപ്പ് ഓഫ് വേർബ്, ദാറ്റ് ഈസ് ഇൻട്രാൻസിറ്റീവ് വേർബ്. എന്താണ് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് നോക്കാം. നമ്മൾ ട്രാൻസിറ്റീവ് വേർബിൽ മനസ്സിലാക്കി ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇൻട്രാൻസിറ്റീവ് വേർബ്? ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ് ഈസ് എ വേർബ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ഒബ്ജക്റ്റ് ടു മേക്ക് സെൻസ് ഓഫ് ദ ആക്ഷൻ ബീങ് പെർഫോംഡ് ബൈ ദ സബ്ജക്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും ആ സെൻറ്റൻസിന് പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടുമെങ്കിൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ള വേർബിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയും. നമുക്ക് നോക്കാം കുറച്ച് ഉദാഹരണങ്ങൾ. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ദ ബേബി ഈസ് ക്രൈങ്. സോ ഡു യു തിങ്ക് ദർ ഇസ് സം ഒബ്ജക്റ്റ് ഹിയർ? ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദ ബേബി ഈസ് എ സബ്ജക്റ്റ്, റൈറ്റ്? ഈസ് ക്രൈങ് ഈസ് ഓൺലി ദ വേർബ്. ബട്ട് ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിന് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എങ്കിലും ഇതിനൊരു പൂർണ്ണമായ അർത്ഥം നമുക്ക് കിട്ടുന്നില്ലേ? ദ ബേബി ഈസ് ക്രൈങ്, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ക്രൈങ്. സോ ഇങ്ങനത്തുള്ള വേർബിനെ നമുക്ക് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയാം. വിൽ സീ അനദർ വൺ. ഐ വാസ് സ്ലീപ്പിംഗ്. ഡു യു സീ എനി ഒബ്ജക്റ്റ് ഹിയർ? നോ, റൈറ്റ്? But still it gives us a complete meaning, right? I was sleeping. ഞാൻ ഉറങ്ങിയായിരുന്നു, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ കൂടിയും നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വേർബിനെ കുറിച്ച് ഒരു വ്യക്തമായൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വേർബിനെ കുറിച്ചും വേർബിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള
ഒരു പിക്ചർ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. So let's see tomorrow with another video. Thank you very much.